ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. അപ്പോൾ യുദ്ധക്കളത്തിൽ കിടക്കുന്ന എണ്ണമില്ലാത്തോളം വരുന്ന, അതായത് കോടിക്കണക്കിന് വരുന്ന മൃതശരീരങ്ങൾ മുഴുവനും പിറ്റേ ദിവസം ആഴിയിൽ പ്രക്ഷേപിക്കുവാനായിട്ട് രാവണൻ കൽപ്പിച്ചു. രാമലക്ഷ്മണന്മാരും വാനര സമൂഹവും ഒന്നടങ്കം നശിച്ച വിവരം മൈഥിലിയെ ധരിപ്പിക്കുവാനും വിശ്വാസത്തിനു വേണ്ടി അവളെ പുഷ്പക വിമാനത്തിൽ കയറ്റി രംഗസ്ഥലത്ത് കൊണ്ടുവന്ന് മരിച്ചു കിടക്കുന്നവരെ കാണിക്കുവാനും രാവണൻ ഏർപ്പാട് ചെയ്തു. അതനുസരിച്ച് രാക്ഷസ സ്ത്രീകൾ അവളെ വിമാനത്തിൽ കയറ്റി അടർക്കളത്തിന്റെ മുകളിൽ കൊണ്ടുവന്നു. ആഹവരംഗം ആകെ അബലാരത്നം അവലോകനം ചെയ്തു. മരിക്കാത്തവരായി ആ കിടക്കുന്നവരിൽ ആരുമില്ല. തന്റെ ആത്മനാഥൻ അനുജനോടുകൂടി അപമൃത്യു വരിച്ചു കിടക്കുന്ന കാഴ്ച സീതാദേവി ഒന്ന് നോക്കി. ആ സതീമണി വാവിട്ട് കരഞ്ഞുപോയി. തന്റെ ഗളതലത്തിൽ ഈ മംഗല്യസൂത്രം ഇനി എന്തിനു വേണ്ടി ധരിക്കുന്നു? ഇത്രയും കാലം താൻ നിരാഹാരയായും നിദ്രാവിഹീനയായും കാത്തിരുന്നത് പ്രിയതമന്റെ പ്രേതം കാണുവാൻ വേണ്ടിയാണോ? ഇനി താൻ മരിച്ചാലെന്ത്, ജീവിച്ചാലെന്ത്, ആർക്കെന്ത് പ്രയോജനം? ഇനി തന്റെ ശപഥം ആര് നിർവഹിക്കും? രാവണൻ രാമനേക്കാൾ ശ്രേഷ്ഠനായി വിജയിക്കട്ടെ. ഈ വിധം വിലപിച്ച് സീത തളർന്നു വീണു. അപ്പോൾ ത്രിജട അവളെ താങ്ങിയെടുത്ത് മടിയിൽ കിടത്തിക്കൊണ്ട് സാന്ത്വനപ്പെടുത്തി, ദേവി, ചപലത കൈവിടിയോ? ഭവതിയുടെ ആത്മവല്ലഭനെ വധിക്കാൻ ഈ ലോകത്തിൽ ആർക്കെങ്കിലും ശക്തിയുണ്ടോ? മേഘനാഥൻ കപടമായി പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തിന്റെ ഫലമാണിത്. നേരം പ്രഭാതമാകുന്നതിന് മുമ്പ് എല്ലാം നേരെയായിക്കൊള്ളും. ദേവി സങ്കടപ്പെടാതിരിക്കൂ, നമുക്ക് തിരിച്ചു പോകാം. ആപത്തൊന്നും ഇവിടെ ആർക്കും ഉണ്ടായിട്ടില്ല. രാമചന്ദ്രൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ദേവി വിധവയല്ലേ? ഈ വിമാനത്തിൽ ഒരു വിധവ കയറിയാൽ ഇത് ചലിക്കുകയില്ല. ഇതിന്റെ ഒരു പ്രത്യേക വൈശിഷ്ട്യമാണിത്. നാം ഇതിൽ കയറി വന്ന സ്ഥിതിക്ക് ദേവി വിധവയല്ലെന്ന് സ്പഷ്ടമല്ലേ? ഈ പാതിരാ കൂരിരുട്ടിൽ ദേവിയെ ഇങ്ങോട്ട് ആനയിച്ചത് എന്തിനാണെന്ന് അറിയുന്നുണ്ടോ? ഭർത്താവിന്റെ മൃതദേഹം കാണിച്ച് ദേവിയുടെ മനസ്സു മാറ്റാൻ വേണ്ടി രാവണനെടുത്ത ഒരു അധർമ്മ ഉപായമാണിത്. ഇതൊന്നും കണ്ടതായി ദേവി ഭാവിക്കേണ്ട. വരൂ, നമുക്ക് തിരിച്ചു പോകാം. എല്ലാം മംഗളമായി പര്യവസാനിക്കും. അധർമ്മമായ വിധത്തിലാണ് ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ ഫലം സ്ഥായിയായി നിൽക്കുകയില്ല. ത്രിജടയുടെ വാക്കുകൾ കേട്ട് സീത സമാധാനത്തോടുകൂടി തിരിച്ചുപോയി പഴയ സ്ഥാനത്ത് ഇരുപ്പുറപ്പിച്ചു. വിഭീഷണൻ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച അത്യന്തം ഹൃദയഭേദകമായിരുന്നു. സർവ മർക്കടന്മാരും രാമലക്ഷ്മണന്മാരും അടർക്കളത്തിൽ മരിച്ചു കിടക്കുന്നു. ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? നിശ്ചയമായും അധർമ്മിയായ ഇന്ദ്രജിത്തിന്റെ മായാസ്ത്ര ഫലമാണിത്. എനിക്ക് പോലും സമയത്തിന് ഇങ്ങോട്ട് വരാൻ തോന്നാതിരുന്നതും അത്ഭുതം തന്നെ. രാത്രിയിൽ നടന്ന ചതിപ്രയോഗമാണിത്. ചതിയാലുള്ള ബ്രഹ്മാസ്ത്രത്തിന് മരിപ്പിക്കാൻ കഴിവില്ല. ഇങ്ങനെ ചിന്തിച്ച് മനസ്താപപ്പെട്ടുകൊണ്ട് ആ കിടക്കുന്നവരിൽ ആരെങ്കിലും ചാകാതെയുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട് വിഭീഷണൻ കൊള്ളിയും മിന്നിച്ച് അവരുടെ ഇടയിൽ ചുറ്റി നടന്നു. ആ സമയം ഹനുമാനും ആരെങ്കിലും ജീവനുള്ളവരുണ്ടോ എന്നറിയുവാനായിട്ട് അവിടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഹനുമാനും വിഭീഷണനും തമ്മിൽ കണ്ടുമുട്ടി. രണ്ടുപേരും കൂടി അങ്ങനെ നടക്കുന്നതിനിടയിൽ വൃദ്ധനായ ജാമ്പവാൻ എഴുന്നേറ്റ് കണ്ണുമടച്ച് കുത്തിയിരിക്കുന്നു. അപ്പൊ വിഭീഷണൻ അടുത്ത് ചെന്ന് വിളിച്ചു, വാനരപ്രഭു, ഞാനാണ് വിളിക്കുന്നത്, വിഭീഷണൻ. ജാമ്പവാൻ പറഞ്ഞു, കണ്ടത് നന്നായി. വിരിഞ്ചപുത്രനായതുകൊണ്ട് ബ്രഹ്മാസ്ത്രം എന്നെ ബാധിച്ചില്ല. പക്ഷെ കണ്ണു തുറക്കാൻ വയ്യ. മേഘനാഥാസ്ത്രമേറ്റ് വീണവരുടെ കൂട്ടത്തിൽ നമ്മുടെ വായുപുത്രൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് അന്വേഷിച്ചാൽ കൊള്ളാം. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ജീവിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാലക്കേട്. ഭഗവാൻ രാമചന്ദ്രൻ ലോകരക്ഷകനാണ്. അദ്ദേഹത്തിന് നാശമില്ല. മറ്റുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അമ്മാവ, മാരുതി ഞാനാണ്, ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഹനുമാൻ. അപ്പോൾ ജാമ്പവാൻ പറഞ്ഞു, മകനെ ആഞ്ജനേയ, നമ്മുടെ ശാഖാമൃഗങ്ങളെയും
രാമ ലക്ഷ്മണന്മാരെയും ജീവിപ്പിക്കുവാൻ നിന്നെക്കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും സാധ്യമല്ല. പോകണം, ഇപ്പോൾ തന്നെ പുറപ്പെടണം. ഒരു നിമിഷം താമസിക്കരുത്. ദേവകാര്യമാണ്, ഒരു മടിയും വിചാരിക്കരുത്. ഭഗവാൻ രാമചന്ദ്രൻ വിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹത്തിന് സാധിക്കാൻ പാടില്ലാത്തതൊന്നുമില്ല. പക്ഷേ അദ്ദേഹം മനുഷ്യനായി അവതരിച്ച സ്ഥിതിക്ക് മാനസികങ്ങളായ എല്ലാ അവശതകളും അദ്ദേഹവും അനുഭവിക്കുകയാണ്. ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ള ജഗന്മയന്റെ യജ്ഞമാണത്. അതുകൊണ്ട് രാമകാര്യാർത്ഥം നമ്മളാൽ കഴിവുള്ളത് നമ്മളും ചെയ്യണം. ഇവർ ആരും മരിക്കുകയില്ല. പക്ഷേ നേരം വെളുത്താൽ ജഡങ്ങൾ നശിപ്പിക്കും. പിന്നെ രക്ഷയില്ല. ഭൂമിയിൽ 4 ദിവ്യ ഔഷധങ്ങൾ ഉണ്ട്. ശല്യകരണി, വിശല്യകരണി, സന്ധാനകരണി, മൃതസഞ്ജീവനി എന്നാണ് അവയുടെ നാമങ്ങൾ. മരിച്ചതിന് തുല്യം മോഹിച്ചു കിടക്കുന്നവരെ ജീവിപ്പിക്കുന്ന ഔഷധമാണ് മൃതസഞ്ജീവനി. ഇവിടെ നിന്നും അനവധി സഹസ്രം നാഴിക ദൂരത്തിൽ ഹിമവാനും കൈലാസത്തിനും വടക്ക് മഹാമേരു പർവ്വതത്തിൽ ഋഷഭാദ്രി എന്ന ഒരു പുണ്യശൈലമുണ്ട്. ആ ഋഷഭാദ്രിയുടെ 2 ഉന്നത ശൃംഗങ്ങളുടെ മധ്യത്തിലാണ് മൃതസഞ്ജീവനി ഔഷധ ചെടി നിൽക്കുന്നത്. 4 ഔഷധങ്ങളും അവിടെ തന്നെയാണ്. അവയ്ക്ക് ആദിത്യന്റെ പ്രഭയാണുള്ളത്. ഹിമവാനിൽ നിന്നും 96,000 യോജന വടക്ക് ഹേമകൂടമെന്നും രത്നകൂടമെന്നും പേരുകളുള്ള 2 ശൈലങ്ങളുണ്ട്. ഹേമശൈലത്തിൽ നിന്നും വടക്കാണ് മഹാമേരു പർവ്വതം. അതിൻ്റെ ഉപരിതല ശൃംഗങ്ങളിലാണ് ത്രിമൂർത്തികളുടെ ആസ്ഥാനം. അതിൽ ഏറ്റവും പടിഞ്ഞാറുള്ള ശൃംഗത്തിൽ ഹിമശ്വേത പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് പാലാഴി പരിലസിക്കുന്നു. അവിടെയാണ് വൈകുണ്ഠം. പടിഞ്ഞാട്ട് പോയി വടക്കോട്ട് പോയാലും വടക്കോട്ട് പോയി പടിഞ്ഞാട്ട് പോയാലും വൈകുണ്ഠത്തിലെത്തും. അവിടെയാണ് ഭഗവാൻ ശ്രീനാരായണമൂർത്തി പള്ളിക്കുറുപ്പ് കൊള്ളുന്നത്. മേരുവിലെ ശൃംഗങ്ങളിൽ രത്നകൂടത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ശൃംഗത്തിലാണ് കൈലാസം. അവിടെയാണ് പരമശിവൻ പള്ളി കൊള്ളുന്നത്. വൈകുണ്ഠത്തിനും കൈലാസത്തിനും മധ്യേ നടുവിലുള്ള ശൃംഗത്തിൽ സത്യലോകവും സ്ഥിതി ചെയ്യുന്നു. അവിടെയാണ് ബ്രഹ്മാവിന്റെ ആവാസം. ഈ ശൃംഗത്രയങ്ങളുടെ ദക്ഷിണ ഭാഗത്തായി സംയമിനി എന്ന പുരം സ്ഥിതി ചെയ്യുന്നു. അതാണ് യമധർമ്മന്റെ രാജധാനി. യമന്റെ പത്നിയായ കാലിനിയും പുത്രന്മാരായ വിടവൻ, മഹിമാൻ, ദീപകൻ എന്നിവരും അവിടെ അധിവസിക്കുന്നു. നരകങ്ങളും പ്രേതാലയവും അവിടെയാണ്. സംയമിനിയുടെ പൂർവ്വഭാഗത്താണ് ഇന്ദ്രാദികൾ വാഴുന്ന ദേവലോകം. അനന്തമായ ബ്രഹ്മാണ്ടം ഒരു ഗോളാകൃതിയിൽ പ്രപഞ്ചത്തിന്റെ ഒരു കടുകുമണി പ്രായത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കിഴക്കെന്നും തെക്കെന്നും പടിഞ്ഞാറെന്നും വടക്കെന്നും ദിക്കുകൾ നിജപ്പെടുത്തി പറയുവാൻ നിവൃത്തിയില്ല. വടക്കോട്ട് പോയി പോയി അത് തെക്കായി തീരുകയും കിഴക്കോട്ട് പോയി പോയി അത് പടിഞ്ഞാറായി തോന്നപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ പടിഞ്ഞാറ് കിഴക്കായും തെക്കു വടക്കായും തീരുന്നു. അങ്ങനെയാണ് പ്രേതലോകം തെക്കും, വൈകുണ്ഠം പടിഞ്ഞാറും, കൈലാസം വടക്കും, സ്വർഗലോകം കിഴക്കുമായി തീർന്നത്. ഈ കഥകൾ മുഴുവൻ ധരിച്ചുകൊണ്ട് വേണം നീ ഋഷഭ പർവ്വതത്തിലേക്ക് പുറപ്പെടാൻ. ഇല്ലെങ്കിൽ ദിഗ്ഭ്രമം സംഭവിക്കും. ഈ രാത്രി തന്നെ ഔഷധം നീ ഇവിടെ കൊണ്ടുവരണം. അതിന്റെ കാറ്റേറ്റാൽ മരണതുല്യം മോഹിതരായി കിടക്കുന്ന എല്ലാവരും തൽക്ഷണം തന്നെ ജീവിക്കും. പൂർവാധികം ഉന്മേഷത്തോടുകൂടി നാളെ യുദ്ധം തുടരുകയും ചെയ്യാം. വാമനാവതാര കാലത്ത് ഞാൻ വിക്രമിയായിരുന്നതുപോലെ രാമാവതാര കാലത്ത് നീയും അമിത ശക്തനും അത്ഭുത പരാക്രമിയുമായി തീരട്ടെ. വാമനൻ 3 ലോകങ്ങളെയും മൂവടികൾ കൊണ്ട് അളന്നപ്പോൾ 3 നിമിഷം കൊണ്ട് 37 വട്ടം പെരുമ്പറയും കൊട്ടി ഭൂമിക്ക് പ്രദക്ഷിണം വെച്ചവനാണ് ഞാൻ. എൻ്റെ പാദാങ്കുഷ്ടം മേരുവിൽ ചവിട്ടി എന്ന കാരണത്താൽ ആ പർവ്വതരാജൻ എന്നെ ശപിച്ചത് മൂലം ഞാൻ ഇന്ന് വൃദ്ധനായിപ്പോയി. അല്ലായിരുന്നു എങ്കിൽ അരനിമിഷം കൊണ്ട് മൃതസഞ്ജീവനി ഞാനിവിടെ കൊണ്ടുവരുമായിരുന്നു. നീ എന്നേക്കാൾ എത്രയോ സമർത്ഥൻ, ശിവസംഭൂതൻ, മരണമില്ലാത്തവൻ. അതുകൊണ്ട് ഒട്ടും മടിക്കേണ്ട, ഉടൻ പുറപ്പെടുക. ഭഗവത് ഭക്തനായ നിനക്ക് സാധിക്കാൻ പാടില്ലാത്തതായി ഒന്നുമില്ല. ജാമ്പവാൻ ഹനുമാനെ വേണ്ട അനുഗ്രഹങ്ങൾ നൽകി യാത്രയാക്കി. ഹനുമാൻ രാമമന്ത്രം ഉള്ളിൽ ജപിച്ചുകൊണ്ട് ഒന്ന് വിജൃംഭിച്ചു. അനന്തരം എടുത്തൊരു ചാട്ടം. ആ പഞ്ചാസ്യ വിക്രമൻ നിമിഷ നേരം കൊണ്ട് ആകാശമണ്ഡലത്തിൽ അപ്രത്യക്ഷനായി. മൃതസഞ്ജീവനി കൊണ്ടുവരാനായി ഹനുമാൻ പോയ വിവരം നിമിഷ നേരം കൊണ്ടു തന്നെ ചാരന്മാർ മുഖേന രാവണൻ അറിഞ്ഞു. ഒട്ടും സമയം കളയാതെ രാവണൻ
തൻ്റെ സുഹൃത്തും മായാവിയുമായ കാലനേമിയുടെ അടുത്തെത്തി. അദ്ദേഹം പറഞ്ഞു, മേഘനാഥൻ ശത്രുക്കളെ മുഴുവനും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു വധിച്ചു. അവരെ ജീവിപ്പിക്കുവാനായി ഹനുമാൻ മൃതസഞ്ജീവനി ഔഷധം കൊണ്ടുവരാനായി പുറപ്പെട്ടിരിക്കുന്നു. നീ ഉടൻ പോയി ഏത് വിധവും അവന്റെ യാത്രയ്ക്ക് വിഘ്നം വരുത്തണം. വേഗമാകട്ടെ. കാലനേമി പറഞ്ഞു, പ്രഭോ, ക്ഷണികമായ ഭോഗാസക്തിയിൽ മുഴുകി അവിടുന്ന് എന്തിനാണ് ഇനിയും ഈ കുടില പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുന്നത്? അങ്ങയുടെ ബന്ധുമിത്ര പുത്രാദികളും അമാത്യന്മാരും സേനാപതികളും എല്ലാം ചത്തൊടുങ്ങി. എന്തിനു വേണ്ടിയാണ് ഇനിയും വ്യാമോഹിക്കുന്നത്? അങ്ങ് സർവവും ഉപേക്ഷിച്ച് കാമ ക്രോധാദി വികാരങ്ങൾ വെടിഞ്ഞ് വാനപ്രസ്ഥം സ്വീകരിച്ച് സന്യാസ ജീവിതം അനുഷ്ഠിച്ചാൽ അങ്ങയുടെ ആത്മാവിന് സുഹൃതം ലഭിക്കും. അങ്ങയുടെ ശാപങ്ങൾക്കും മോചനം സിദ്ധിക്കും. രാമചന്ദ്രൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയെ തിരിച്ചേൽപ്പിച്ച് അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന് അങ്ങ് പാത്രമായി തീരുക. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ കാലനേമിയെ വധിക്കുമെന്ന് രാവണൻ ഭീഷണിപ്പെടുത്തി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ കാലനേമി തൽക്ഷണം തന്നെ തന്റെ മായാശക്തിയാൽ മഹേന്ദ്രഗിരിയിലെത്തി ഒരു സന്യാസിയുടെ വേഷം സ്വീകരിച്ച് ഒരു പർണശാലയും ഏതാനും മുനി ശിഷ്യന്മാരെയും ജാലവൈഭവം കൊണ്ട് സൃഷ്ടിച്ചു. എല്ലാം നിമിഷമാത്രയിൽ കഴിഞ്ഞു. അത്ര വലിയ മഹാമായാവിയായിരുന്നു കാലനേമി. ലങ്കയിൽ നിന്നും ചാടിയ ഹനുമാൻ മഹേന്ദ്രഗിരിയിൽ വന്നിറങ്ങി. മാർഗവിഘ്നം വരാതിരിക്കുവാൻ വേണ്ടി ശിവപൂജാ തർപ്പണം നടത്താനാണ് അവിടെ ഇറങ്ങിയത്. അപ്പൊ നാനാ മുനിജന സേവിതവും ശിഷ്യഗണ സംയുതവുമായ ഒരു ആശ്രമവും അതിനുള്ളിൽ ധ്യാനനിരതനായിരിക്കുന്ന ഒരു താപസോത്തമനെയും കണ്ട് അനിലാതനയൻ അത്ഭുത പരതന്ത്രനായി പോയി. പണ്ടിങ്ങനെ ഒരു ആശ്രമം ഇവിടെ കണ്ടിരുന്നില്ല. ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി? ഇത് മഹേന്ദ്രപർവ്വതമല്ലായിരിക്കുമോ? തനിക്ക് മാർഗഭ്രംശം വന്നു പോയിരിക്കുമോ? ഈ സന്യാസി പുങ്കവൻ ആരാണ്? കണ്ടിട്ട് മഹാദിവ്യനാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാരുതി പർണശാലയ്ക്കകത്തേക്ക് എത്തി നോക്കി. 5 തിരികൾ വീതം കത്തിക്കൊണ്ടിരിക്കുന്ന 5 പൊൻവിളക്കുകൾ ആ മുനിയുടെ മുമ്പിൽ വിളങ്ങി പ്രകാശിക്കുന്നു. താപസവര്യൻ കണ്ണുകൾ തുറന്ന് ഹനുമാനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, വത്സ, വായു തനിയ, നിനക്ക് സ്വസ്തി. രാമകാര്യാർത്ഥം മൃതസഞ്ജീവനിക്ക് വേണ്ടി പോകുന്ന നീ വിജയിക്കും. എൻ്റെ ദിവ്യദൃഷ്ടിയാൽ ഞാൻ ഭൂതവും ഭാവിയും കാണുന്നു. നീ ഉദ്ദേശിച്ചു പോകുന്ന കാര്യം എളുപ്പത്തിൽ സാധിക്കാൻ വേണ്ടി ഞാൻ മൂലമന്ത്രം ഉപദേശിക്കാം. അടുത്തുള്ള ജലാശയത്തിൽ പോയി സ്നാനം കഴിച്ചു വരൂ. ഭയങ്കരമായ ഇരുട്ടാണ്. അപ്പോൾ സരസ് കാണിച്ചു കൊടുക്കാനായിട്ട് സന്യാസി ഒരു ശിഷ്യനെയും ഹനുമാന്റെ കൂടെ അയച്ചു. പവനപുത്രൻ പൊയ്കയിൽ ഇറങ്ങി കൈകളിൽ വെള്ളം കോരിയപ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ ഒരു വലിയൊരു മുതല അവനെ വിഴുങ്ങാനായിട്ട് വായും പൊളിച്ചെടുത്തു. മാരുതി ആ മുതലയുടെ വക്രം വലിച്ച് പൊളിച്ച് അതിനെ വധിച്ചു. അപ്പൊ തന്നെ ആ മുതലയിൽ നിന്ന് ഒരു ദിവ്യപ്രഭ മേൽപോട്ട് ഉയർന്ന ഒരു സുന്ദരാംഗിയുടെ രൂപം ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ പുണ്യാത്മൻ, അങ്ങയ്ക്ക് 100 കോടി നമസ്കാരം. മുനിശാപത്താല് ജലരാക്ഷസിയായി തീർന്ന ഒരു അപ്സര കന്യകയാണ് ഞാൻ. മാലതി എന്നാണ് എൻ്റെ പേര്. അങ്ങയുടെ കൈകളാൽ എനിക്കിന്ന് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. വാദാത്മജന്റെ കൈകളാൽ നിനക്ക് ശാപമോചനം സിദ്ധിക്കുമെന്നായിരുന്നു മുനിവചനം. ഇന്നിപ്പോൾ അത് സംഭവിച്ചു. തന്മൂലം അങ്ങ് വായുപുത്രനായ ഹനുമാനാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരു കാര്യം കൂടി അങ്ങയെ ധരിപ്പിക്കാം. അവിടെ കണ്ട ആ താപസൻ യഥാർത്ഥ മുനിയല്ല, രാവണന്റെ സേവകനായ കാലനേമി എന്ന രാക്ഷസ മായാവിയാണ്. അങ്ങയുടെ യാത്രയ്ക്ക് വിഘ്നം വരുത്തുവാനായി അങ്ങനെ ഒരു മായാമഹർഷിയായി അവിടെ വർത്തിക്കുകയാണ്. അങ്ങയുടെ ആഗമനത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അവനും അവിടെ വന്നു ചേർന്നത്. ആ പർണശാലയും ശിഷ്യന്മാരുമെല്ലാം മായ തന്നെയാണ്. അവനെ നിഗ്രഹിച്ച് അങ്ങ് വേഗം പൊയ്ക്കൊള്ളൂ. ഉദ്ദേശിച്ചു പോകുന്ന കാര്യം നിശ്ചയമായും സാധിക്കും. അങ്ങനെ ആ അപ്സരസ് നഭസിലെ ഇരുട്ടിൽ മറഞ്ഞു. ഹനുമാൻ ആ ശിഷ്യനും ഒരുമിച്ച് തിരിച്ച് ആശ്രമത്തിലെത്തി. പോയിട്ട് ഇത്ര വൈകാൻ കാരണം എന്താണ്? വന്നിരിക്കൂ, മന്ത്രം ഉപദേശിച്ചു തരാമെന്ന് മുനി പറഞ്ഞതും ഹനുമാൻ തന്റെ മുഷ്ടി ചുരുട്ടി ആ നിശിചരന്റെ മുതുകത്തൊരു ഉഗ്രൻ ഇടിയേൽപ്പിച്ചതും ഒപ്പം കഴിഞ്ഞു. ആ ഇടിയേറ്റതോടുകൂടി ഹൃദയം തകർന്ന് കാലനേമി കാലഗതിയെ പ്രാപിച്ചു. അതോടുകൂടി അവന്റെ മായാ പർണശാലയും ശിഷ്യഗണങ്ങളും അപ്രത്യക്ഷമായി. ഹനുമാൻ ഒട്ടും വൈകാതെ നേരെ ഋഷഭാദ്രിയിലേക്ക് തിരിച്ചു. മാർഗമധ്യേ പാലാഴിയും സത്യലോകവും കൈലാസവും കണ്ട് അവൻ വന്ദിച്ചു. ഒടുവിൽ ഔഷധ സഞ്ചയങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഋഷഭ ശൈലത്തിൽ ചെന്ന് അവൻ നിന്നു. അവിടം മുഴുവനും പരിശോധിച്ചിട്ടും മൃതസഞ്ജീവനി ഔഷധം അവന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ
തന്നിലങ്കുരിച്ച കോപനൈരാശ്യത്തോടെ പവനാത്മജൻ ആ ഋഷഭ പർവ്വതത്തെ തന്നെ കുത്തിപ്പറിച്ച് ഒരു പാർവണ ശശിബിംബം കണക്കെ ഒറ്റ കൈയിലെടുത്തുകൊണ്ട് നേരെ ലങ്കയിലേക്ക് ചാടി അവിടെ എത്തി. ആ പർവ്വതത്തിൽ മൃതസഞ്ജീവനി സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണെന്ന് ഹനുമാനോ വിഭീഷണനോ അറിയാൻ പാടില്ലായിരുന്നു. ജാമ്പവാന് നയനങ്ങൾക്ക്, പ്രത്യേകിച്ച് രാത്രിയിൽ, സൂക്ഷ്മതയും കുറവായിരുന്നു. ആയതിനാൽ ശല്യകരണി, വിശല്യകരണി, സന്ധാനകരണി, മൃതസഞ്ജീവനി എന്ന 4 ഔഷധങ്ങളോട് കൂടിയ ആ ഗിരിശൃംഗത്തെ അടർക്കളം മുഴുവനും അവൻ കൊണ്ടു നടന്നു. തൽക്ഷണം മൃതസഞ്ജീവനിയിൽ തട്ടി പാറിപ്പറന്ന തൈമണിക്കാറ്റേറ്റ് മൃതപ്രായരായി വീണുകിടന്നിരുന്ന രാമലക്ഷ്മണന്മാരും വാനരവൃന്ദവും ജീവിച്ചെഴുന്നേറ്റിരുന്നു. ജാമ്പവാന്റെ നയനങ്ങൾക്ക് കാഴ്ചയും സിദ്ധിച്ചു. വിശല്യകരണിയുടെ കാറ്റേറ്റ് ദേഹത്തിൽ തറച്ചു കയറിയിരുന്ന ശസ്ത്രങ്ങൾ മുഴുവനും തെറിച്ചുപോയി. സന്ധാനകരണിയുടെ തെന്നലേറ്റ് അസ്ത്രശസ്ത്രങ്ങൾ മൂലമുണ്ടായ മുറിവുകളെല്ലാം കൂടിപ്പിടിച്ചുണങ്ങി. ശല്യകരണിയുടെ കാറ്റേറ്റ് മുറിവുകളുടെ പാടുകൾ പോലും അപ്രത്യക്ഷമായി. അപ്പോഴും നേരം വെളുത്തില്ല. രാക്ഷസന്മാരുടെ മൃതശരീരങ്ങൾ അവരുടെ ഭീമമായ എണ്ണം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴപ്പോൾ കടലിൽ എറിഞ്ഞു കളഞ്ഞതിനാല് ദിവ്യ ഔഷധങ്ങളുടെ ഫലമൊന്നും അവർക്ക് ലഭിക്കാനിടയില്ല. എല്ലാവരും സ്വബോധവാന്മാരായി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വായുതനയൻ രാമഭദ്രന്റെ കഴലിണകളിൽ വീണ് നമസ്കരിച്ചു. ഭക്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഉടലാകെ തടവിക്കൊണ്ട് കടൽവർണ്ണൻ അരുളി ചെയ്തു: ഭക്തോത്തമനായ പ്രപഞ്ചതനയ, നീയില്ലെങ്കിൽ രാമായണം കഥയില്ല. നീ ചിരഞ്ജീവിയാണെങ്കിലും വീണ്ടും ചിരഞ്ജീവിത്വം ഞാൻ വരദാനം ചെയ്യുന്നു. ഇതിന് മാർഗദർശനം ചെയ്ത ജാമ്പവാനും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ദ്വാപരയുഗത്തിൽ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തിന്റെ ജാമാതാവായി ഭവിക്കും. എല്ലാം കഴിഞ്ഞ് ആ രാത്രിയിൽ തന്നെ ഹനുമാൻ ആ പർവ്വതത്തെ തിരിച്ചു കൊണ്ടുപോയി യഥാസ്ഥാനത്ത് ഉറപ്പിച്ച് ത്രിമൂർത്തികളെ കൈവണങ്ങി പ്രഭാതത്തിനു മുമ്പ് ദാശരഥിയുടെ തിരുസന്നിധിയിൽ മടങ്ങിയെത്തി. വാനരന്മാർക്ക് ജീവനും ഉന്മേഷവും വീര്യവും സിദ്ധിച്ചപ്പോൾ രാക്ഷസന്മാർ തങ്ങളോട് കാണിച്ച ക്രൂരമായ അധർമ്മ പ്രവൃത്തികളെ കുറിച്ച് ഓർമ്മിച്ച് അവർ കൂടുതൽ വൈരാഗ്യമുള്ളവരായി മാറി. സുഗ്രീവൻ ആജ്ഞാപിച്ചു: ഇനി നാം ധർമ്മത്തെ ആചരിക്കണമെന്നില്ല, അധർമ്മത്തെ അധർമ്മം കൊണ്ട് ചെറുക്കണം. കോട്ടകളെ ഇടിച്ചു നിരത്തി അകത്തേക്ക് കടക്കുക, സർവ്വ മന്ദിരങ്ങളെയും തീ വെച്ച് നശിപ്പിക്കുക. നേരം വെളുക്കുമ്പോഴത്തേക്ക് ലങ്ക ഒരു ചാരകൂമ്പാരമായി തീരണം. ഗോപുരങ്ങൾ 28 തകർത്ത് താഴെയിടണം. കടക്ക് അകത്തേക്ക്. മർക്കപുത്രന്റെ കൽപ്പന കേട്ട് മർക്കടന്മാർ പർവ്വത പാഷാണ പാദവങ്ങൾ കൊണ്ട് എറിഞ്ഞും അടിച്ചു തകർത്തും കുത്തിയിടിച്ചു നിരത്തിയും പ്രാകാരങ്ങൾ ഭേദിച്ച് അകത്ത് കടന്ന് സർവസ്ഥാനങ്ങളിലും കൊള്ളിവെച്ചു. അഗ്നി ആകാശത്തോളം ഉയർന്ന് ആളിക്കത്തി. പ്രാസാദ ഗോപുരങ്ങളും രമ്യഹർമ്മ്യ നിലയങ്ങളും കാഞ്ചന സ്തൂപികകളും ആയുധശാലകളും വാരണ വൃന്ദങ്ങളും വാജി സമൂഹങ്ങളും സ്യന്തന സഞ്ചയങ്ങളും വെന്തെരിഞ്ഞ് നശിക്കാൻ തുടങ്ങി. അതിനിടയില് രാമലക്ഷ്മണന്മാർ കൂർത്തുമൂർത്ത ശരങ്ങൾ വീണ്ടും വീണ്ടും വിട്ടുകൊണ്ടിരുന്നു. തീയിൽ കിടന്ന് നക്തഞ്ചരന്മാർ പിടഞ്ഞു. വാനരന്മാർ അലറുന്ന ഘോഷവും രാമഹസ്തസ്ഥിതമായ കോദണ്ഡ ചാപത്തിന്റെ ഞാണൊലി ഗർജനവും എല്ലാം കൂടി ചേർന്നുള്ള ഗംഭീരമായ വലിയ ശബ്ദം ദിഗന്ധങ്ങളിൽ മുഴങ്ങി. വൃദ്ധയായ ശൂർഭണഖയുടെ കാമഭ്രാന്താണ് ലങ്കയുടെ ദുർഗതിക്ക് കാരണം. എത്രായിരം സതീമണികളെ പിടിച്ചുപരോധിച്ചിട്ടും അടങ്ങാത്ത വംശദ്രോഹി ദശകണ്ഠന്റെ കാമാഗ്നിയാണ് ലങ്കയിൽ ഇപ്പോൾ ആളിക്കത്തുന്നത്. നല്ല ഉപദേശം ചെയ്ത നല്ലവനായ വിഭീഷണനെ ആട്ടിയോടിച്ച ദുഷ്ടനല്ലേ രാവണൻ? അവനേക്കാൾ ദുഷ്ടൻ അവന്റെ മകൻ മേഘനാഥൻ. ആ ദ്രോഹികളും തീയിൽ കിടന്ന് വെന്തുരുകി ചാകണം. ഇങ്ങനെ നിശാചരികള് കൂട്ടം കൂട്ടമായി നിന്ന് പഴി പറഞ്ഞ് പരിദേവനം ചെയ്യുന്നത് രാവണ ശ്രവണപുടങ്ങളിലെത്തി. ആകെ നാണക്കേടും മാനക്കേടും എല്ലാം തോന്നി. കാരണം സ്വന്തം ആൾക്കാർ തന്നെയാണ് പറയുന്നത് ഇവന്റെ ചെയ്തികളൊന്നും ശരിയല്ല എന്ന് പറയുന്നത്. അപ്പോൾ ആകെ നാണക്കേടും നിരാശയും എല്ലാമായി. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, നേരം വെളുക്കുന്നത് വരെ ഞാൻ ക്ഷമിക്കുകയില്ല. ഇപ്പോൾ തന്നെ യുദ്ധത്തിന് ഞാൻ പുറപ്പെടുകയാണ്. രാമബാണങ്ങളാണ് ചീറിപ്പായുന്നത്. ഞാനതൊന്നും കണ്ട് ഭയപ്പെടുകയല്ല. ശത്രുക്കളെ മുഴുവനും സംഹരിച്ചിട്ടല്ലാതെ രണാങ്കണം വിട്ട് ഞാൻ പിറകോട്ട് മാറുകയില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് രാവണൻ ഇങ്ങനെ പോകാനുള്ള പടക്കോപ്പുകളൊക്കെ അണിഞ്ഞു. അപ്പൊ അത് കണ്ടിട്ട് മേഘനാഥൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു,
അച്ഛൻ ഒന്നിനും ഇപ്പോൾ ഒരുങ്ങണ്ട. ശത്രുക്കളെ നിഗ്രഹിക്കാനുള്ള മായാശക്തി ഇപ്പോഴും എനിക്കുണ്ട്. മൃതസഞ്ജീവനി അല്ല, ഇനിയിപ്പോ സാക്ഷാൽ അമൃതം തന്നെ കൊണ്ടുവന്നാലും ഇനി അവർ ജീവിക്കുകയല്ല. ഞാനിതാ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ രാവണൻ പറഞ്ഞു, വേണ്ട, നീ ഒന്നിനും തുനിയണ്ട. നിന്റെ വീരവാദങ്ങൾ 2 തവണ ഞാൻ കേട്ട് വിശ്വസിച്ചു. നാക്കുകൊണ്ട് പടവെട്ടാൻ നീ സമർത്ഥന. നിന്റെ മായാവിദ്യകളും ഇവിടെ ഫലിക്കുന്നതായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് നീ യുദ്ധത്തിന് പോകണമെന്നില്ല, ഞാൻ തന്നെ പോകാം. അങ്ങനെ അച്ഛനെ പറഞ്ഞ് നിർബന്ധിച്ച് അവസാനം മേഘനാഥൻ തന്നെ യുദ്ധത്തിന് പോകാൻ തയ്യാറായി. അപ്പൊ ശേഷിച്ച വമ്പന്മാരായ കമ്പൻ, പ്രജംഘൻ, ശോണിതാക്ഷൻ, യൂപാക്ഷൻ തുടങ്ങിയ നിശാചര നേതാക്കന്മാരോടും പടയോടും കൂടി മേഘനാഥൻ ശത്രു സങ്കേതത്തിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്ദ്രജിത്തിന്റെ വരവ് കണ്ട് രാമചന്ദ്രൻ ഒന്ന് മന്ദഹസിച്ചു. ആ രാത്രി യുദ്ധത്തില് വമ്പന്മാരായ 4 രാത്രിഞ്ചര നേതാക്കന്മാരും കൊല്ലപ്പെട്ടു. സുഗ്രീവന്റെ ഇടിയേറ്റ് മേഘനാഥൻ തല കറങ്ങി തേർത്തട്ടിൽ വീണു. ഹനുമാൻ തേരോടുകൂടി അവനെ എടുത്ത് മേൽപോട്ട് എറിഞ്ഞു. മേൽപോട്ട് ഉയർന്ന രഥം താഴെ വീണതോടുകൂടി ഈ ഇന്ദ്രജിത്തിന് ബോധം തെളിഞ്ഞു. അപ്പോൾ അനവധി മർക്കടന്മാരെ അവൻ ഇങ്ങനെ കൊല്ലുകയും ഒക്കെ ചെയ്തു. രാമ ലക്ഷ്മണ വിശിഖങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അവൻ മറ്റൊരു തേരില് ചാടിക്കയറി മുമ്പോട്ടെടുത്തു. ഉടനെ സൗമിത്രി അഗ്രജനോട് പറഞ്ഞു, ജ്യേഷ്ഠ, ഇനിയും നാം വൈകിക്കുന്നത് എന്തിന്? അവൻ കപടമായി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാണ് നമ്മെ നശിപ്പിക്കാൻ ഒരുങ്ങിയത്. നമുക്ക് ധർമ്മമായ വിധം ബ്രഹ്മാസ്ത്രം ചെയ്ത് ശത്രുക്കളെ സംഹരിച്ചാൽ എന്താണ്? ഇനിയും യുദ്ധം നീട്ടിക്കൊണ്ടുപോയാൽ നമ്മുടെ വാനരന്മാർ വളരെ നശിക്കും. രാമൻ പറഞ്ഞു, കുമാര, ക്ഷമിക്ക്, ധൃതി കൂട്ടേണ്ട. സമയത്തിന് എല്ലാം അവസാനിക്കും. ആയോധനത്തില് ആയുധം പോയവരിലും ഓടുന്നവരിലും നേരെ നിൽക്കാതെ മറിഞ്ഞു നിന്ന് ആഹവം ചെയ്യുന്നവരിലും മാപ്പ് പറഞ്ഞ് കീഴടങ്ങാൻ നിൽക്കുന്നവരിലും ബലഹീനരിലും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് അധർമ്മവും പാപവുമാണ്. രാത്രിയിൽ മറിഞ്ഞു നിന്നാണ് ശത്രുക്കളുടെ സമരം. നേരെ വന്ന മേഘനാഥനും അപ്രത്യക്ഷനായിരിക്കുന്നു. ആ സ്ഥിതിക്ക് നാം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് ഉചിതമല്ല. ഇന്ദ്രജിത്ത് അധർമ്മിയായതുകൊണ്ടാണ് ബ്രഹ്മാസ്ത്രം കപടമായി പ്രയോഗിച്ചത്. നാം അതുപോലെ ചെയ്യാൻ പാടില്ല. ഈ സമയം ഖരപുത്രനായ മകരാക്ഷൻ ഒരു വലിയ സേനയുമായിട്ട് മേഘനാഥനെ സഹായിക്കാനെത്തി. അപ്പോൾ അവൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുപാട് കവികളെ കൊന്നൊടുക്കി. അത് കണ്ട് ഹനുമാനും അങ്കദനും നളനും നീലനും ജാമ്പവാനും സുഗ്രീവനും കൂടി ഒരു പറ്റമായി രാക്ഷസപ്പടയുടെ നടുവിൽ കയറി ഒരു സംഹാര താണ്ഡവം തന്നെ നടത്തി. സഹസ്രക്കണക്കിന് നക്തഞ്ചരന്മാരെ അവർ അടിച്ചും ഇടിച്ചും ചവിട്ടിയും തൊഴിച്ചും ഞെരിച്ചും പിരിച്ചും കൊന്നു. ഹനുമാൻ മകരാക്ഷനെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു. അവൻ ആഴി ഇളക്കി മറിച്ച് വീണ്ടും കരയിൽ കയറി ആഹവത്തിന് മുമ്പോട്ടെടുത്തു. നീലൻ അവന്റെ സൂതനെയും തുരകങ്ങളെയും നിഗ്രഹിച്ചു. നളൻ അവന്റെ രഥം തകർത്തു. ഉടനെ മറ്റൊരു രഥത്തിൽ അവൻ ചാടിക്കയറി. അതാ ലോകരക്ഷകനായ രാമചന്ദ്രൻ കോദണ്ഡം കുലച്ചു കഴിഞ്ഞു. അതിലെ ഖണ്ഡാനാദം മുഴങ്ങിത്തുടങ്ങി. ലക്ഷ്മണൻ മേഘനാഥന്റെ നേർക്കടുത്തു. രൂക്ഷങ്ങളായ ബാണങ്ങൾ വർഷിച്ചു. നിൽക്കക്കള്ളിയില്ലാതെ ഇന്ദ്രജിത്തും അവന്റെ പടയും പിറകോട്ടോടി. രാമസായകങ്ങളേറ്റ് രക്ഷോവീരന്മാർ സംഖ്യയില്ലാതോളം ചത്തുമലച്ചു വീണു. ഒരു ആഗ്നേയാസ്ത്രമേറ്റ് മകരാക്ഷനും തല തെറിച്ച് കൃതാന്തപുരം പ്രാപിച്ചു. നേരം പ്രഭാതമായി. രാമലക്ഷ്മണന്മാരുമായി നേരിട്ട് നിന്ന് പോരാടാനുള്ള ധൈര്യം മേഘനാഥന് കുറഞ്ഞു. പിന്നെയും മായാപ്രയോഗം തന്നെ അവലംബിക്കുവാൻ അവൻ തീരുമാനിച്ചു. രാമൻ നിർവീര്യനാകണമെങ്കിൽ സീത മരിച്ചതായി അവൻ കാണണം. അതിനുള്ള മാർഗം രാവണസൂനു ആലോചിച്ചു. ഒടുവിൽ അവൻ മായ കൊണ്ടൊരു സീതയെ സൃഷ്ടിച്ച് വിമാനത്തിൽ ഇരുത്തി പശ്ചിമ ഗോപുരം വഴി രണഭൂമിയുടെ ഉപരിതല നഭോമണ്ഡലത്തിലെത്തി. എല്ലാവരും അത് കണ്ടു. സാക്ഷാൽ സീതാദേവി അതിലിരിക്കുന്നു. ആകാശത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ദ്രജിത്ത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ ചൂടു ചോര വീഴ്ത്തി രണാങ്കണം ഞാനൊരു കുരുതിക്കളമാക്കും. അയ്യോ ആര്യപുത്ര, പ്രാണേശ്വര, ലക്ഷ്മണകുമാര, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ജാനകി വിലപിക്കുന്നതും എല്ലാവരും കേട്ടു. മേഘനാഥൻ അവളുടെ വാർമുടി ചുറ്റിപ്പിടിച്ച് വലിച്ചു പൊക്കിക്കൊണ്ട് വാളിനാൽ കണ്ഠം ഛേദിച്ച് തല കയ്യിലെടുത്ത് അമ്മാനമാടി. കഴുത്തിൽ നിന്നും ഒഴുകിയ ചെഞ്ചോര അടർക്കളത്തിൽ ചിതറി വീണു. വിമാനം പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഈ സംഭവങ്ങൾ അല്പനിമിഷം കൊണ്ട് കഴിഞ്ഞു. എല്ലാവരും പകച്ചു നിന്നുപോയി. അയ്യോ, ഇനി നാം ആർക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നു? നമ്മുടെ ദേവിയെ കൊന്നുകളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഹനുമാൻ വിലപിച്ചു. സുഗ്രീവാദികൾ ഹൃദയവേദനയോടെ അന്തം വിട്ട് നിലത്തിരുന്നു പോയി. സ്ത്രീവധം ചെയ്ത മഹാപാപി, അവനെ നമുക്ക് കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കി തീയിലിട്ട് എരിച്ച് പൊരിച്ച് കരിച്ചു കൊല്ലണം.
അംഗദൻ അടക്കാനാവാത്ത സങ്കടത്തോടെ വിളിച്ചു പറഞ്ഞു. രാമചന്ദ്രനും തെല്ലൊന്ന് പരിഭ്രാന്തനായി. ലക്ഷ്മണൻ അമ്പരന്ന് പിറകോട്ടു മറിഞ്ഞു. ആ സമയം അവിടെ എത്തിയ വിഭീഷണൻ കഥയറിഞ്ഞപ്പോൾ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് ഉരിയാടി. അയ്യോ കുരങ്ങന്മാരെ, നിങ്ങൾ എന്തറിഞ്ഞു? നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ? ഇതെല്ലാം ആ ഇന്ദ്രജിത്തിന്റെ മായാപ്രയോഗങ്ങളല്ലേ? ലോകേശ്വരിയായ ദേവിയെ ആർക്കെങ്കിലും വധിക്കാൻ ഒക്കുമോ? രാമചന്ദ്രപ്രഭു, അങ്ങിത് വിശ്വസിക്കുന്നുണ്ടോ? അതിന് മറുപടിയായി അദ്ദേഹം ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു, കുമാര, ഇന്ന് മേഘനാഥ വധം നടക്കണം, ഉടൻ തയ്യാറായിക്കൊള്ളുക. വിഭീഷണൻ പറഞ്ഞു, രാമഭദ്ര, മേഘനാഥന്റെ ജനനത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഞാൻ ധരിപ്പിക്കാം. അവനെ വധിക്കുന്നതിന് മുമ്പ് അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. പാർവതി ദേവിയുടെ തോഴിയായി സുലക്ഷണ എന്നൊരു അപ്സര സുന്ദരി ഉണ്ടായിരുന്നു. പാലാഴി മദന വേളയിൽ ഉത്ഭവിച്ച അപ്സര നാരിയാണവൾ. പരമശിവൻ ഒരിക്കൽ അവളെ കാമിച്ചു. അദ്ദേഹത്തിന്റെ ബീജത്താൽ അവൾ ഗർഭവതിയായി. അംബികാദേവി ആ വിവരം അറിഞ്ഞ് അവൾ മണ്ടൂകമായി തീരട്ടെ എന്ന് ശപിച്ചു. മണ്ടൂകം മണ്ടോദരിയാവട്ടെ എന്ന് ഭഗവാൻ ആ ശാപത്തെ തിരുത്തി. അവളാണ് പിന്നീട് മയപുത്രിയായ മണ്ഡോദരിയായി തീർന്നത്. അവളുടെ ഉദരത്തിലെ ശൈവ ബീജം ശർവാനുഗ്രഹത്താൽ വളർച്ചയില്ലാതെ കിടന്നിരുന്നു. മണ്ഡോദരിയെ രാവണൻ വിവാഹം ചെയ്ത് അവളിൽ നിന്നും ജനിച്ച പുത്രനായതുകൊണ്ട് മേഘനാഥനിൽ ശിവ ബീജാംശം കൂടി ഉണ്ട്. സങ്കലിത ബീജത്തിൽ നിന്നാണ് അവന്റെ ഉത്ഭവം. അതാണ് അവൻ ഇത്രമാത്രം അധർമ്മിയും അധമനുമായി തീർന്നത്. അവനെ പ്രസവിച്ചപ്പോൾ ഇടിമുഴക്കം പോലെ അവൻ ശബ്ദിച്ചതുകൊണ്ടാണ് മേഘനാഥൻ എന്ന പേര് സിദ്ധിച്ചത്. പരമശിവനെ അവൻ പിന്നീട് തന്റെ ഗുരുവായി സ്വീകരിച്ച് പല മായാവിദ്യകളും അഭ്യസിച്ചു. പെട്ടെന്ന് അപ്രത്യക്ഷനാകാനും പ്രത്യക്ഷപ്പെടാനുമുള്ള ശക്തിയും അവന് ലഭിച്ചു. ഈ മായകളെല്ലാം രാക്ഷസന്മാർക്ക് പൊതുവെ വശപ്പെട്ടതാണ്. എങ്കിലും മേഘനാഥന് കൂടുതൽ അതിൽ വൈദഗ്ധ്യം ഉണ്ടെന്ന് മാത്രം. രാവണൻ ദിഗ്വിജയം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് മേഘനാഥൻ നികുംഭിലയിൽ വെച്ച് നടത്തിയ ഹോമങ്ങളുടെയും തപസ്സിന്റെയും ഫലമായി ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് പല വരങ്ങളും അവന് നൽകിയിട്ടുണ്ട്. അദൃശ്യമായ വിമാനത്തിൽ കടലിലോ കരയിലോ ആകാശത്തിലോ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനും ഏത് വേഷം അവലംബിക്കാനും അവന് കഴിയും. അങ്ങനെ പല അത്ഭുത മായാസിദ്ധികളും അവൻ നേടിയിട്ടുണ്ട്. അതിന്റെ മിടുക്കിലാണ് അവൻ ഇവിടെ കാണിക്കുന്ന മായാപ്രയോഗങ്ങൾ. 14 വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് നിർനിദ്രനായി ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരാൾക്കല്ലാതെ അവനെ വധിക്കാൻ സാധ്യമല്ലെന്നുള്ള ഒരു അത്ഭുത വരം കൂടി അവന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ഈ ലോകത്തിൽ ഇല്ലെന്നുള്ള വിശ്വാസമാണ് അവനെ ഇത്രമാത്രം അഹങ്കരിപ്പിച്ചത്. ലക്ഷ്മണകുമാരന്റെ 14 വർഷത്തെ ജീവിതചര്യകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവനെ വധിക്കേണ്ടവൻ അദ്ദേഹം തന്നെയാണെന്നും കാണാൻ കഴിയും. ആ നിലയിൽ നിന്തിരുവടി സൗമിത്രിയെ തന്നെ അതിനെ നിയോഗിച്ചതും അർത്ഥവത്താണ്. ഒരിക്കൽ നാരദ മഹർഷിയാണ് ഈ രഹസ്യം എന്നെ ധരിപ്പിച്ചത്. മറ്റാർക്കും ഇതറിഞ്ഞുകൂടാ. മായാ സീതാവധാനന്തരം ഇന്ദ്രജിത്തിനെ പിന്നീട് പുറത്തേക്കൊന്നും കാണാത്തത് കൊണ്ട് വിഭീഷണൻ പറഞ്ഞു, അവൻ നികുംഭിലയിൽ ഹോമം നടത്തുകയാണ്. അത് പൂർത്തിയായാൽ പിന്നെ അവന് ജയിക്കാൻ ആരാലും സാധ്യമല്ല. അരൂപിയായി നിന്നുകൊണ്ട് നമ്മെ അവൻ ആക്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവന്റെ ഹോമം ഉടനെ മുടക്കണം. അങ്ങനെ വിഭീഷണൻ കാണിച്ചു കൊടുത്ത മാർഗത്തിൽ കൂടി ലക്ഷ്മണനും വാനരന്മാരും നടന്ന് നികുംഭിലത്തിന് സമീപമെത്തി. ചുറ്റും അരക്കന്മാരെ കാവൽ നിർത്തിക്കൊണ്ടാണ് അവൻ ഹോമം നടത്തിക്കൊണ്ടിരുന്നത്. കവികളുടെ കഠിന പ്രഹരങ്ങളേറ്റ് കാവൽക്കാർ പലായനം ചെയ്തു. പിന്നീട് നികുംഭിലയത്തിനകത്തേക്കും പാറകൾ കൊണ്ടുള്ള ഏറു തുടങ്ങി. ഹോമദ്രവ്യങ്ങളും ഹോമദീപങ്ങളും ചിതറിത്തെറിച്ചു. അകത്തേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന പാറക്കഷ്ണങ്ങൾ കൊണ്ട് തന്റെ നിലയും അപകടത്തിലാകുമോ എന്ന ഭയന്ന് ഇന്ദ്രജിത്ത് പുറത്തു ചാടി ആയുധമെടുത്ത് രഥത്തിൽ പ്രവേശിച്ചു. അപ്പോൾ അവൻ വീണ്ടും യുദ്ധം ആരംഭിച്ചു. അംഗദന്റെ കണ്ഠത്തിലിരിക്കുന്ന സൗമിത്രിയുടെ പാർശ്വത്തിൽ നിലകൊള്ളുന്ന വിഭീഷണനെ കണ്ട് ഉത്കടമായ കോപത്തോടെ അവൻ അധിക്ഷേപിച്ചു. എടാ പരമവഞ്ചകനായ കുലദ്രോഹി, ശത്രുപക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് സ്വന്തം ബന്ധുമിത്രാദികളെയും മറ്റുള്ളവരെയും ഒറ്റുകൊടുത്ത നിന്നെ പോലെയുള്ള ഒരു കൊടും വംശപാതകി ലോകത്തിൽ വേറെ ആരുണ്ട്? വിഭീഷണൻ പറഞ്ഞു, കുലദ്രോഹികൾ നീയും നിന്റെ അച്ഛനുമാണ്. വംശത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് രാമചന്ദ്രന്റെ പാദങ്ങളെ ഞാൻ പ്രണമിച്ചത്. നിന്റെ അച്ഛൻ നിന്റെ പ്രേരണ അനുസരിച്ച് എന്നെ ആട്ടി ഓടിച്ചു. ക്ഷുദ്രമായ മായാപ്രവർത്തികളാൽ നീ അധർമ്മികളിൽ അധർമ്മിയായി തീർന്നിരിക്കുന്നു. വഞ്ചനയില്ലാത്ത ഒരു സൽപ്രവൃത്തി നീ ഇതുവരെ ചെയ്തിട്ടുണ്ടോ?
ചതിയും വഞ്ചനയും പ്രയോഗിച്ചുള്ള പ്രതാപം കൊണ്ട് എന്തു പ്രയോജനം? നിന്റെ അച്ഛൻ എത്ര ആയിരം സതീമണികളുടെ ചാരിത്രം ആ ഖലൻ കൊള്ള ചെയ്തു, എത്ര മുനികളെ ദ്രോഹിച്ചു, ലോകൈക സംപൂജ്യയായ ജാനകി ദേവിയെ അപഹരിച്ചു. എന്റെയും നിന്റെ അച്ഛന്റെയും പെങ്ങളാണ് ശൂർപ്പണഖ. അവൾ രാമഭദ്രനെ ചെന്ന് കാമിച്ചതിന് അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയെ അപഹരിക്കുകയാണോ അതിനുള്ള പ്രതികാരം? ഇതാണോ ദശകണ്ഠ രാവണന്റെ നീതിധർമ്മം? അതിനെതിരായി നീ ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടുണ്ടോ? അച്ഛൻ ചെയ്തത് ഉചിതമായെന്നല്ലേ നീ ഉപദേശിച്ചത്? വെറും മൂഢത്വത്തിന്റെ മൂർത്തിയല്ലേ നീ? ലങ്ക ദഹിച്ചപ്പോഴും വാനരന്മാർ കടലിൽ ചിറകെട്ടിയപ്പോഴും നിന്റെയും നിന്റെ അച്ഛന്റെയും കണ്ണുകൾ എവിടെയായിരുന്നു? അന്ധങ്ങളായിരുന്നോ? സ്വന്തം പ്രതാപത്തിനു വേണ്ടി എത്രായിരം പൗരുഷമുള്ള രാക്ഷസ പ്രവീണരെയാണ് നിന്റെ അച്ഛൻ കൊല്ലിച്ചത്. അതികായം തുടങ്ങിയ നിന്റെ അനുജന്മാരെവിടെ? സ്നേഹമേറിയ കുംഭകർണൻ എവിടെ? പ്രഹസ്താദി മന്ത്രിപ്രവരന്മാരെവിടെ? എന്നെയും അവരെ പോലെ അന്തകപുരത്തിലേക്ക് അയക്കാൻ സാധിക്കാത്ത സങ്കടമാണോ നിനക്കുള്ളത്? അതുകൊണ്ടാണോ ഞാൻ വംശവിദ്വേഷിയായി തീർന്നത്? അഹങ്കാരത്തിന്റെ പടലം കൊണ്ട് നിങ്ങൾ അന്ധരായിപ്പോയി. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് യുദ്ധമല്ല, നിങ്ങൾ ചെയ്തിട്ടുള്ള അധർമ്മങ്ങളുടെ അഗ്നിപർവ്വതം ഇവിടെ പൊട്ടി ജ്വലിക്കുകയാണ്. ഇതിൽ കിടന്ന് വെന്തുനേറി ദഹിക്കുകയല്ലാതെ ഇനി യാതൊരു രക്ഷയുമില്ല. പാപത്തിന് വേണം ഒരതിര്. ഇന്ദ്രജിത്തും ലക്ഷ്മണനും തമ്മിൽ പരസ്പരം നിശിത ബാണങ്ങൾ പൊഴിച്ചുകൊണ്ടിരുന്നു. ലക്ഷ്മണ, ഇതിനു മുമ്പ് 2 തവണ ഞാനും നീയും തമ്മിൽ എതിർത്തു. ഞാൻ ആരാണെന്ന് നീയും, നീ ആരാണെന്ന് ഞാനും മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് നാം തമ്മിലുള്ള അന്തിമ പോരാട്ടമാണ്. ഇന്ന് നിന്റെ ഉടൽ ജന്തുക്കൾക്ക് ആഹാരമായി ഞാൻ എറിഞ്ഞു കൊടുക്കും, നോക്കിക്കോ. ഇങ്ങനെ വീമ്പ് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജിത്ത് പേർത്ത് ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. മേഘനാഥന്റെ വിശിഖങ്ങളേറ്റ് മേഘവർണ്ണാനുജന്റെ ശരീരം കടുനിണ പൂരത്താല് ഇങ്ങനെ വല്ലാതെ ഒരുപാട് ചോരയൊക്കെ പൊടിഞ്ഞു. ഉടനെ തന്നെ ലക്ഷ്മണൻ ഒരു പഞ്ചാഗ്നി ബാണം തൊടുത്തുവിട്ടു. അത് പാഞ്ഞു ചെന്ന് രാവണിയുടെ സൂതനെയും കുതിരകളെയും തകർത്തു. ആ സമയം മേഘനാഥൻ അദൃശ്യമായ വിധം ഗോപുരാന്തർഭാഗത്ത് കടന്ന് പുതിയ രഥവും വീര്യമുള്ള തുരകങ്ങളും സാമർഥ്യമേറിയ സാരഥിയുമായി പെട്ടെന്ന് തിരിച്ചു വന്നു. അവൻ അകത്തേക്ക് പോയതും തിരിച്ചു വന്നതും ആരും കണ്ടില്ല. ആരും ഒരടി പോലും പിന്മാറുന്ന ലക്ഷണമില്ല. അസ്ത്രങ്ങളും പ്രത്യസ്ത്രങ്ങളും കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞ കർമ്മസാക്ഷിയെ മറച്ചു. ശ്രീരാമചന്ദ്രനും വാനരന്മാരും കാണികളെ പോലെ നോക്കി നിന്നതേയുള്ളൂ. ഒടുവിൽ ലക്ഷ്മണൻ അഗ്രജനെ വന്ദിച്ച് നിഗ്രഹശക്തമായ ഒരു നാരായണാസ്ത്രം വിന്യസിച്ചു. അത് വീരനായ ഇന്ദ്രജിത്തിന്റെ കണ്ഠം മുറിച്ചു. ശിരസ് രാവണന്റെ മുമ്പിൽ ചെന്ന് വീണു, പിടച്ചു. ബാണം സമുദ്രത്തിൽ പോയി മുങ്ങി തിരിച്ച് ആവനാഴിയിലും വന്നു വിശ്രമിച്ചു. രാമചന്ദ്രൻ അനുജനെ ഗാഠഗാഠം പുണർന്ന് അനുഗ്രഹിച്ചു കൊണ്ടുര ചെയ്തു. കുമാര, ഏറ്റവും ദുഷ്കരമായ ഒരു വീരകൃത്യമാണ് നീ ഇന്ന് നിർവഹിച്ചത്. ഇന്ദ്രജിത്തിന്റെ മരണത്തോടുകൂടി രാവണനും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാനരന്മാർ ജയഭേരി മുഴക്കി ആർപ്പു വിളിച്ചു തുള്ളി. വാനവർ അതറിഞ്ഞ് മലർമാരി തുരുതുരാന്ന് തൂകി ആഹ്ലാദിച്ചു, ആശീർവദിച്ചു. സന്തോഷം കൊണ്ട് അംഗദൻ ലക്ഷ്മണനെയും വഹിച്ചുകൊണ്ട് ആ അടർക്കളം മുഴുവനും ഓടി നടന്നു. ഒരു മധുര സംഗീതം ആകാശത്തിൽ ഇമ്പം തുളുമ്പുമാറ് മുഴങ്ങിക്കേട്ടു. നാരദർ വിപഞ്ചികയിൽ ആനന്ദഗീതം ഉതിർക്കുകയായിരുന്നു. ബാക്കി നമുക്ക് നാളെ പറയാം.